ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. എന്തോ ഒരു മാനസികമായിട്ട് എന്തോ ഒരു എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു അന്ന്. കാരണം എന്തോന്നൊന്നും പറയാനില്ല, പ്രശ്നങ്ങളേ ഉള്ളൂ ജീവിതത്തിൽ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഒരു ഭാഗത്തിരുന്ന് നമ്മൾ കരഞ്ഞ് തീർക്കണം, അങ്ങനെയാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ നോക്കും. പരിഹാരം കാണാത്തത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്ക് പരിഹാരം കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരുപാട് സഹിച്ച് ക്ഷമിച്ച് നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എവിടെയെങ്കിലും ഒരു ഇരുട്ടത്ത് എവിടെയെങ്കിലും പോയിരുന്ന് കുറേ നേരം കരയും. അങ്ങനെയാണ് വിഷമങ്ങൾ തീർക്കുക കേട്ടോ. ഒരു സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമമാണ്. അതില്ലാത്ത ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമ്മളെ യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് വായിക്കുമ്പോൾ മൊത്തം ആളുകൾ പറയുന്നത് സ്വന്തമായിട്ട് വീടില്ല എന്നാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്കും വിഷമമാണ്. ഞാൻ ചിന്തിക്കില്ല, അള്ളാഹുവാണ് സത്യം, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു കാലം വന്നാൽ എനിക്കറിയില്ല, വരുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അള്ളാഹുവാണ് സത്യം. എൻ്റെ വീഡിയോ ആരെങ്കിലും കാണണമെങ്കിൽ അവരോടാണ് പറയണം കേട്ടോ. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിന് സത്യമായിട്ടും ഒരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, ചെറിയ വരുമാനം കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ആളുകളെ നമ്മൾ സഹായിക്കുക. ഇപ്പോൾ വസ്ത്രമോ അതല്ലെങ്കിൽ ഭക്ഷണമോ കൊടുത്ത് അങ്ങനെ സഹായിക്കുക. അതല്ല വലിയ എമൗണ്ടും കാര്യങ്ങളായിട്ട് നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു ലെവലായി വരികയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും. കാരണം എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് പൈസ ഉള്ളവരും സംഘടനകളും എല്ലാവരും അവരെ സഹായിക്കും. പക്ഷേ പണക്കാർക്ക് പിന്നെ ആരെയും സഹായം വേണ്ട. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ ഇടത്തരം ആൾക്കാർ. അവർക്ക് മറ്റുള്ളവരോട് യാചിക്കാനും കഴിയില്ല, ആരും അവർക്ക് കണ്ടറിഞ്ഞ് കൊടുക്കില്ല, എന്നാൽ തരുമെന്ന് ചോദിക്കാനും കഴിയില്ല. ഇവരുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ. കഷ്ടകാലത്തിന് അവർക്കൊരു വീടും ഉണ്ടാവും, മുറ്റത്തൊരു വണ്ടി ഉണ്ടാവും. പക്ഷെ അവരെ വീട്ടിൽ ശരിക്ക് ഭക്ഷണം അരി വേവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അത്രയും അവസ്ഥ. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. പൈസക്കാർക്കാണെങ്കിൽ, നല്ല പണമുള്ള ആളുകൾക്ക് ആരുടെയും സഹായവും വേണ്ട. പക്ഷേ ഇടത്തരം ആളുകൾക്ക് ആരോടും പൈസ ചോദിക്കാനും വയ്യ, കൈ നീട്ടാനും വയ്യ, കണ്ടറിഞ്ഞാരും കൊടുക്കൂല. അങ്ങനെ ഒരു അവസ്ഥയിൽ പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ സീറോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും സീറോ, പാതാളം എന്ന് പറയില്ലേ, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ മുന്നിൽ കൈ നീട്ടാനും മടിയാണ്. എന്നാൽ പിന്നെ നമ്മുടെ അവസ്ഥ അവരോടും പറയാനും വയ്യ, തുറന്ന് പറയാനും വയ്യ. അങ്ങനെ ഒരു നാണക്കേടുള്ള ആളുകളുണ്ടല്ലോ. ചിലർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും മറ്റുള്ളവരോട് പറയാനും ഷെയർ ചെയ്യാൻ കഴിയും. പക്ഷേ ചില ആളുകളുണ്ട്, ഈ ഇടത്തരക്കാരെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കരുത്, അവരറിയരുത്. നമ്മളെ വീട്ടിൽ തീ പുകയുന്നില്ലെങ്കിൽ, അടുപ്പ് പുകയുന്നില്ലെങ്കിൽ അത് വേറെ ആരും അറിയരുത്. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു പെട്ടൊരു ടീമാട്ടോ ഞാനൊക്കെ. കാരണം എത്ര വിഷമം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ അവരെ മുന്നിൽ നല്ല രീതിയിൽ അങ്ങനെ നിൽക്കും. പക്ഷേ വിഷമം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അയ്യോ അങ്ങനെയാണോ പാവേ, അത് അവിടെ അപ്പുറം പോയി പറയും എന്നല്ലാതെ നമുക്ക് അതുകൊണ്ടൊരു ലാഭമില്ല. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയായിട്ട് ഞാൻ തുടങ്ങി ഒരു ചാനൽ, 2 വർഷമായിട്ട് തുടങ്ങിയൊരു ചാനലുണ്ടായിരുന്നു. അത് സക്സസ് ആവണില്ല. പിന്നെ വ്യൂസും ഇല്ല. സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം ഒക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ വ്യൂസ് ഇല്ല. അങ്ങനെ ഒരുപാട് വിഷമമായി എനിക്ക്. ആ ചാനൽ ഞാനോട് ഇട്ടിട്ട് ഇപ്പോൾ രണ്ടാമതും തുടങ്ങിയതാട്ടത്. ഇപ്പോൾ എനിക്കെന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരു ഫ്രണ്ട്സുകളോട് പറയും പോലെ, അല്ലെങ്കിൽ വേറൊരാളോട്, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഹസ്ബൻഡും അങ്ങോട്ടും പറയാമെന്നല്ലാതെ ആരോടും അധികം അങ്ങനെ കൂടുതൽ ആൾക്കാരോടൊന്നും പറയാനും വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ പറയുമ്പോൾ കുറച്ച് സമാധാനം, കുറച്ച് ആളുകളെങ്കിലും സാരമില്ല എന്ന് പറയാനെങ്കിലും, ഇപ്പോൾ മെയിലാണെങ്കിലും ഇവിടെ യൂട്യൂബിൽ കമൻ്റാണെങ്കിലും ആളുകൾ സമാധാന വാക്കുകൾ ഒരാൾ പറഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കത് ആശ്വാസം കേട്ടോ. അപ്പോൾ പറയുകയാണ് ഞാൻ. അപ്പോൾ മനസ്സൊന്ന് തുറക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ. അപ്പോൾ എന്താണെന്നറിയില്ല, അന്ന് മൊത്തത്തിൽ ഭയങ്കര ഒരു മനവിഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ ഏതൊരാളുകൾക്കും കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അത് വർഷങ്ങളായിട്ട് 10, 25 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കൊരു വീടാവാതിരിക്കുക എന്ന് പറയുമ്പോൾ അത്ര സങ്കടം പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ എപ്പോഴും മക്കളോട് ഞാൻ പറയണത് എന്താണെന്ന് പറയുക, നമ്മളെ കടങ്ങൾ വീടണം, നിങ്ങളെ പഠിപ്പ് കാര്യങ്ങൾ അതൊക്കെ നടക്കണം, സ്വന്തമായിട്ടൊരു ചെറിയൊരു വീട് വേണം. പിന്നെ പാവങ്ങളെ സഹായിക്കണം എന്നല്ല ഞാൻ പറയണം കേട്ടോ. നമ്മളെപ്പോലെ കുടുങ്ങിയടങ്ങ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാനും വയ്യ, ആരോട് ചോദിക്കാനും വയ്യ. ഇനി അഥവാ ചോദിച്ചാൽ അവർ വെറുതെ പറയുക, അവർ കളിപ്പിക്കുക, അവർ അങ്ങനെയൊക്കെ പറയും. കാരണം നമ്മൾ ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്നുണ്ടെങ്കിലും നമ്മളത് മറ്റുള്ളവരെ അറിയിക്കാതെ ജീവിക്കണ കാരണം
ആരും നമുക്ക് കണ്ടറിഞ്ഞ് കൊണ്ടു തരില്ല. ഒരുപാട് പ്രതീക്ഷയായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുമല്ലോ, ഞാൻ രക്ഷപ്പെടുക അള്ളാഹുവിനെ കത്തി ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ആളുകളെ ഞാൻ രക്ഷപ്പെടുത്തും കേട്ടോ. എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളെ കൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ പണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് എന്താണോ പരിഗണിച്ച ആ സഹായങ്ങൾ ഞാനും എൻ്റെ ഉമ്മയും കൂടപ്പിറപ്പുകളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് ഒന്നുമില്ല, പക്ഷേ ഞങ്ങൾ പറയണതാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് കൊടുക്കണം, സഹായിക്കണം. അങ്ങനെയാണ്. അല്ലാതെ കുറേ ബാങ്കിൽ അട്ടിട്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളെ മക്കൾക്കും നമുക്കും ജീവിക്കാനുള്ളത് എൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നണത് ഒരു 5 സെൻറ്റ് സ്ഥലം അതല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം, അതിൻ്റെ അപ്പുറം ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു വീടാകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ 10 സെൻറ്റ് സ്ഥലവും അതിൽ നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീടും പിന്നെ ഒരു വണ്ടിയും മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പാവങ്ങളെ സഹായിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ കൂടിയാൽ ഒരു 60-70 കൊല്ലം അല്ലെങ്കിൽ ഒരു 100 വർഷമല്ലേ ജീവിക്കുള്ളൂ. ആ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ വെട്ടിപ്പിടിച്ച് വെച്ചിട്ട് കാര്യമില്ല. നമ്മളെ മനസ്സിലൊരു സംതൃപ്തി എന്താ വെച്ചാൽ നമ്മളെപ്പോലെ കഴിയണ ആളുകൾ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരോട് കഴിയണം. അപ്പോൾ നമ്മളെ പോലെ ഹൈ ലെവലിൽ ഭയങ്കര സെറ്റപ്പാണെന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ ആക്കണം എന്നല്ല പറഞ്ഞത്. ആരും കഷ്ടപ്പെടാതെ അവരെ നല്ല രീതിയിൽ നോക്കാൻ നമ്മളെ കൊണ്ട് കൂടി പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളെ പുഞ്ചിരിക്ക് നമ്മളൊരു വകയാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ അവരുടെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർ അള്ളാഹിനോട് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിൽ നന്ദി പറയാതിരിക്കൂല. അവരെന്തായാലും ഒന്ന് ദുആ ചെയ്യും. അത് നമുക്ക് പടച്ചവൻ്റെ അടുത്ത് ഒരു കൂലിയാണ് നമ്മുടെ മനസ്സ്. ഞാൻ സത്യം പറഞ്ഞ പടച്ചവൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുമല്ലോ, അള്ളാഹു നല്ലത് തരുമല്ലോ, അങ്ങനത്തെ സത്യം പറയാലോ ഞാൻ അങ്ങനെയല്ല ഞാൻ ചിന്തിക്കണം കേട്ടോ. ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടും, നമുക്ക് ഇയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ഞാൻ ചിന്തിക്കണില്ല. ഞാൻ എന്ത് ചിന്തിക്കണമല്ലോ, അള്ളാഹ് അതിൻ്റെ ഒരു നേരത്തെ വയറ് നിറയുമല്ലോ, അങ്ങനെയാണ് ഞാൻ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം വാങ്ങി കൊടുക്കുകയെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കഴിയണത് കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കാതെ ഒരു നേരത്തിന് അതിനായല്ലോ, അത്രയും ഞാൻ ചിന്തിക്കണം. അല്ലാതെ പടച്ചവൻ കൂലി കിട്ടണേന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യണില്ല കേട്ടോ. കാരണം അതും ചെയ്യണതും കാണിക്കാനോ അങ്ങനെ ഉള്ളതൊന്നും ഞാൻ ആഗ്രഹിക്കണമൊന്നുമില്ല. ഇപ്പം മനസ്സിലിങ്ങനെ വിചാരിക്കും ഞാൻ പിന്നെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയാണ്ട് കൊണ്ടുപോയി കൊടുക്കണം. ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. അള്ളാഹുവിൻ്റെ വേണ്ടുകണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സക്സസ് ആയി നല്ല രീതിയിലൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ കണ്ടുപിടിച്ചിട്ട് ഭക്ഷണം കിട്ടാതെ അലയുന്നവരെ അവർക്കൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കണമെന്നും, അതുപോലെ വസ്ത്രമില്ലാതെ നടക്കണമെങ്കിൽ അവർക്ക് വസ്ത്രം, കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട്, കാരണം അതൊക്കെ അനുഭവിച്ച ആളാണ്. നമുക്ക് ആരെങ്കിലും തന്നെങ്കിലും വിചാരിച്ച് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. സമയം ഉണ്ട് എന്നല്ല നടന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് എന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിയണ സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അല്ലാതെ നമുക്ക് പണം ഇങ്ങനെ വരുമ്പോൾ അഹങ്കാരം ഇങ്ങനെ കൂടി കമൻറ്റ് ബോക്സിലും മറ്റുള്ളവർക്കൊക്കെ തെറി കേട്ട് പിന്നെ പണം വരുംതോറും ഇവരോട് വീഡിയോസിൽ ഇങ്ങനെ എൻ്റെ പൊങ്ങച്ചം പറയുക, അഹങ്കാരം പറയുക, അവരെ മേക്കിട്ട് കയറുക, അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്തയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഈ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഇതുപോലെ വ്യൂസ് വരണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം, ഇങ്ങനെ എല്ലാതും വരണം. പക്ഷെ എന്നിട്ട് പിന്നെ പണമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇവരെ മേക്കിട്ട് കയറുമ്പോൾ അവർ തന്ന പണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പറയിപ്പിക്കാതെ നല്ല രീതിയിലൊരു വീഡിയോ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോസിൽ ഇവിടെ ഓരോന്ന് വന്നിങ്ങനെ പറയുമ്പോഴാണ് കുറച്ചൊരു മനസ്സമാധാനം, അതും പറയണമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും ഓരോ ടെൻഷൻ. ഇന്ന് മൊത്തത്തിൽ എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഫീലിംഗ് ആയിരുന്നു വീടിനെ കുറിച്ച് ആലോചിച്ചിട്ടും. കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫായ സ്ഥലമല്ല. ഈ വീടിൻ്റെ ബാക്കിലൊരു കുന്നാണ്, അത് ഏത് നിമിഷവും ഇടിഞ്ഞ് വീഴുമോ എന്നുള്ള പേടിയൊക്കെയാണ് ഞങ്ങൾക്ക്. അത് മാറണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര വാടകയും അഡ്വാൻസും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങൂലല്ലോ. അങ്ങനെയുണ്ട്. ഇപ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കാം. ഏതായാലും ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ആളുകളെ ഞാൻ രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. കാരണം രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ അങ്ങോട്ട് തലയിൽ കയറ്റി വെക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ മുറാദ് അതാണ്. സത്യമായിട്ട് എനിക്ക് ഞാനും എൻ്റെ മക്കളും രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ കടക്കാർ വന്ന് ചീത്ത പറയാതെ, വാടക നേരം വെളുത്ത വാടക വീട് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ചിന്തയൊന്നും വരാതെ ആളുകൾ എന്താ പറയുക, വാടക കൊടുക്കണമല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസം വീട്ടിൽ കഴിയണത്. അതില്ലാതെ ഒരു ദിവസം കിടന്നുറങ്ങണമെന്നും, അതുപോലെ ഈ നമ്മളെ പോലെ കഷ്ടപ്പെടുന്ന വാടകയ്ക്ക് നിന്നിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. വസ്ത്രത്തിന്, കുട്ടികളെ യൂണിഫോമിന്, ബുക്കിന്, അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അവരെയൊക്കെ സഹായിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ചെറിയൊരു തുക വന്നാൽ ഞാൻ ആദ്യം തന്നെ ചെയ്യണ വീഡിയോസ് അതായിരിക്കും.
എൻ്റെ അടുത്തൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും അല്ല ഇതൊക്കെ ആയി വരികയാണെങ്കിൽ, ഇതുവരെ ആയിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ടേ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ വ്യൂസും ഇതെല്ലാം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ പാവപ്പെട്ടവരെ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം, ഒന്നിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ സക്സസ് ആയിട്ടില്ലെങ്കിലും ഞാൻ വിചാരിക്കേണ്ടത് ഹോസ്പിറ്റലിലൊക്കെ ഭക്ഷണം കിട്ടാതെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. നേരത്തിന് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ, അവർക്ക് വാങ്ങാൻ പൈസ അല്ലാതെ അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെങ്കിലും ഒരു 10 15 അല്ലെങ്കിൽ 25 ചോറെങ്കിലും ഉണ്ടാക്കിയാണ്ട് ഒരു നേരെങ്കിലും അവിടെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഞാനും എൻ്റെ മക്കളും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചില സാഹചര്യം നമുക്കും അത് കൊണ്ടുപോയി കൊടുക്കണമെങ്കിലും നമുക്ക് പൈസ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോടൊക്കെ നിൽക്കണത്. ഞാൻ ഇൻഷാ അള്ളാ അത് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പോൾ എന്നോട് 1-2 കമൻറ്റ് എനിക്ക് വന്നിരുന്നു, പിന്നെ വ്യൂസും ലൈക്കും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ അഹങ്കാരം കൂടരുത്, പിന്നെ അതുപോലെ വേറെന്തോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അഹങ്കാരം കൂടില്ല. ആ ആളോടും കൂടി ഉള്ളൊരു മെസ്സേജാണ് കേട്ടോ, പലതും കൂടിയാണ് കേട്ടോ ഞാൻ ഈ പറയണത്, അതിനുള്ള റിപ്ലൈയും കൂടിയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പാവപ്പെട്ടവരെ, നിങ്ങൾ സാധാരണക്കാരെല്ലാവരും കമൻറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ കയറുകയാണെങ്കിൽ, റീച്ച് കിട്ടി കയറിപ്പോയി വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അഹങ്കാരം ഉണ്ടാവില്ല കേട്ടോ. റബ്നാൻവർ അങ്ങനെ അഹങ്കാരം കാണിച്ചു എന്നുള്ളൊരു വീഡിയോസും ഇതും നിങ്ങൾക്ക് വരൂല, അങ്ങനെ വരുത്തൂല. ഞാൻ ഒരിക്കലും അഹങ്കാരം കാണിക്കൂല. പിന്നെ ഇപ്പം ഇങ്ങോട്ട് അഹങ്കാരമാണ് അങ്ങനെ പറയുമോ, എനിക്കതും പേടിയുണ്ട്. ഞാനും ആലോചിച്ചു അത് വെറുതെ നമ്മളിപ്പോൾ ഒരു വീഡിയോ കേട്ടോ, അപ്പോൾ ഇവൾക്ക് അഹങ്കാരം കൂടി അങ്ങനെ പറയുമോയെന്ന് അതും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ അഹങ്കാരം കാണിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം അല്ല എനിക്ക്. ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും ഞാൻ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ഇതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. എൻ്റെ മക്കളിൻ്റെയും കാര്യങ്ങൾ നോക്കി നടത്തണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഇന്നെപ്പോലെ കഴിയണം. എൻ്റെ കുടുംബത്തിൻ്റെ അതേപോലെ വാടകയ്ക്ക് താമസിക്കണമൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടാവും സാധാരണക്കാർ. അവരെ സഹായിക്കണം എന്നാണ് സത്യം പറഞ്ഞ ആഗ്രഹം. കാരണം ഞാൻ തന്നെ എൻ്റെ കണ്ണിൽ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫിത്ർ സക്കാത്തോ അല്ലെങ്കിൽ ഇറച്ചി ഒരു സാധനം നമുക്കവിടെ കിട്ടൂല. കാരണം വാടകക്കാരാണെന്നുള്ളത് കൊണ്ടാണ്. അതിപ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വാടകക്കാരെന്നറിയില്ല. പക്ഷെ എനിക്കത് വിഷയമല്ല, നമ്മൾ അത് എങ്ങനെയൊക്കെ തരണം ചെയ്ത് പോകും. പക്ഷെ ചില ആളുകൾക്ക് അത് ഭയങ്കര വിഷമമാണ്. അവർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, മോളെ നമ്മളെ മാത്രം മെയിൻ ചെയ്യൂല, നമ്മൾ വാടകക്കാരായതുകൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടു കൊടുക്കും, നമുക്ക് കൊണ്ടു തരില്ല, റമദാൻ മാസം പോലും കൊണ്ടു തരില്ല, ഇങ്ങനെയൊക്കെ പറയണവരുത് കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു 14-15, ഞാൻ അവരെ കുറ്റം പറയല്ല, ഒരു 14-15 സെൻറ്റ് സ്ഥലമുണ്ട്. ആകെയുള്ള സ്ഥലമാണ്, അത് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. അപ്പോൾ ആ 15 സെൻറ്റ് സ്ഥലവും ചെറിയൊരു ഓടിട്ട വീടും, അതിലൊരു 3-4 റൂമൊക്കെ ഉള്ളൂ, ചെറിയൊരു വീട്. 4 റൂം എങ്ങാനുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു കുടിസ് റൂമുകൾ. പക്ഷെ അത് കാരണം അവിടെ 7 മക്കളാണുള്ളത്, 5 പെൺകുട്ടികളും 3 ആണും, അങ്ങനെ 8 കുട്ടികൾ. അതിൽ 3 ആൺകുട്ടികളും 5 പെൺകുട്ടികളുമാണുള്ളത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ കുട്ടികളെ കെട്ടിച്ച് പോയിക്കണം. ഇനി ഒരു പെൺകുട്ടീനെ കെട്ടിക്കാനുണ്ട്. 3 ആൺകുട്ടികളിൽ ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ, ബാക്കി 2 ആൾ കല്യാണം കഴിക്കാനുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഉമ്മയും ബാപ്പയും പ്രായമായതാണ്, എന്നൊക്കെയാണ് പ്രശ്നങ്ങൾ. പക്ഷെ അവിടേക്ക് ഒരുപാട് സാധനങ്ങളും ഇതും റമദാൻ മാസം 1 തൊട്ട് 30 വരെ, കാരണം അവർക്ക് ഒരു വർഷം കഴിക്കാനുള്ള അരി സാധനവും അവിടെ കൊണ്ട് തള്ളി കൊടുക്കും എല്ലാവരും, പല ആളുകളും. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല, അവർക്ക് വീട്ടിൽ മക്കൾ 3 ആൺകുട്ടികൾ കൊണ്ടുവരാനും ഉണ്ട്. പാപ്പാക്ക് പ്രായമായി, ഓക്കെ, 3 ആൺകുട്ടികൾ കൊണ്ടുവരാനുണ്ട്. അവർക്ക് ഒരു നോർമലായിട്ട് ജീവിച്ച് പോകണമായിരുന്നു. പിന്നെ അവർ ആ 14 സെൻറ്റിൽ 5 സെൻറ്റ് വിറ്റൊരു വീട് വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അവർ വെക്കണില്ല. കാരണം ആ 15 സെൻറ്റ് ഇടിഞ്ഞ് തൂങ്ങിയ വീടും ആയെങ്കിൽ തന്നെ ആളുകൾ സഹായിക്കുകയുള്ളൂ, അത് വേറെ വിഷയമല്ല. അവിടെ ഒരു ബംഗ്ലാവ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാർപ്പിൻ്റെ വീട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആളുകൾ ആരും അവരെ വന്ന് സഹായിക്കില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ട് തള്ളിക്കൊടുക്കുമ്പോഴേ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരിങ്ങനെ നമ്മൾ ഈ കോട്ടേഴ്സിലൊക്കെ കഴിയുന്ന ആളുകളുണ്ടാവില്ല. ഞങ്ങൾ കോട്ടേഴ്സിലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് വേറൊരാൾ അറിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി ഒരു ഭാഗത്ത് എവിടെയെങ്കിലും വൃത്തിയുള്ളൊരു വീട്ടിലേ ഞങ്ങൾ നിന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമ്മളെ പരിചയമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയും, അപ്പുറത്ത് എത്രയോ ചാക്ക് അരിയും സാധനം ഉണ്ടോ, ഞങ്ങൾക്ക് ഇന്ന് വെക്കാൻ അറിയില്ല. നെഞ്ച് പൊട്ടിപ്പോകാതെ കേട്ട് കഴിഞ്ഞാൽ കേട്ടോ, ഞങ്ങൾക്ക് വെക്കാൻ അറിയില്ല. പിന്നെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അവർക്ക് എന്നും പാവപ്പെട്ടവർ പറഞ്ഞ് കൊടുന്നു കൊടുക്കും. പക്ഷെ ഞങ്ങൾക്ക് വെക്കാൻ അരിയില്ല, നോമ്പ് തുറക്കാൻ ഇന്ന് സാധനമില്ല, അരിയില്ല, പൊടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിൽ നിന്നുള്ളതെന്ന് ഉള്ളിൽ കൊടുത്ത് ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വിഷമമുള്ള കാര്യമാണ്. ആരെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങളെ തൊട്ടടുത്ത അയൽവാസികൾ വാടകക്കാരാണെന്ന് വെച്ചാൽ ജാതി മതം ഒന്നും നോക്കരുത്. അവർക്കുണ്ടോ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എല്ലാം അന്വേഷിക്കണം. അത് റമദാനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അന്വേഷിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു നായി അരി ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് ഉള്ളിൽ കൊടുക്കാൻ പറ്റണമെങ്കിൽ കൊടുക്കണം. കാരണം വെച്ചാൽ അവധിയിൽ അത് വല്ലാത്തൊരു സങ്കടമാണ്. വാടകക്കാർ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിച്ചിട്ട് വരുന്നവരല്ല,
ഓലെ ഗതി കൊണ്ട് കഷ്ടപ്പാട് കൊണ്ടും അവർ വീടിലായി പോകണമാണ്. സ്വന്തം വീട് വെക്കാൻ ആഗ്രഹമില്ലാത്ത പോലെ ദുനിയാവിലില്ല. എല്ലാവർക്കും സ്വന്തം വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പണത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ അതുകൊണ്ടാണ് അവരത് വെക്കാത്തത്. അല്ലാതെ നമുക്കൊക്കെ സ്വന്തം വീടുണ്ട്, നമ്മൾ ഭയങ്കര സെറ്റപ്പിലാണ്, തൊട്ടടുത്ത് വാടകക്കാരുണ്ട്, അവരെ മെയിൻറ്റെയിൻ ചെയ്യണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. കാരണം ഒരുപാട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ എല്ലാം കൂടി എനിക്ക് പറയാൻ പറ്റണില്ല. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതിനൊന്ന് ഒരു റിപ്ലൈ കൊടുക്കണം എന്നുള്ളത്. ആ ഇക്കയും കൂടി ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരിക്കലും ഞാൻ ഇതിൽ നിന്ന് റീച്ച് കിട്ടുമെന്ന് അള്ളാഹു അല്ല കേട്ടോ. എൻ്റെ കാര്യം ആയതുകൊണ്ട്, കാരണം വെച്ചാൽ എൻ്റെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഞാൻ 0 ആണ്, സക്സസ് ആയി വരാറില്ല ഒരു കാര്യം. അപ്പം ഇതെങ്കിലും സക്സസ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, എൻ്റെ ഭാഗ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ എന്താ പറയുക ബർക്കത്ത് കൊണ്ട് അത് ശരിയായി വരികയാണെന്നുണ്ടെങ്കിൽ പടച്ച റബ്ബാണ് സത്യം. ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെപ്പോലെ കഴിയണ കഷ്ടപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും എന്നെക്കൊണ്ട് എന്താണോ പറയണത് അത് ഞാൻ ചെയ്തു കൊടുത്തിരിക്കും. അല്ലെ ഒരിക്കലും ഞാൻ ഇതിൽ അങ്ങനെ ഉണ്ടാവും എന്നല്ല പ്രതീക്ഷിക്കല്ല കേട്ടോ. ഇതിൽ കിട്ടും. കാരണം 2 വർഷമായിട്ട് ഒരു ചാനൽ നടത്തിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് ഒരു വാച്ച് അവർ പോലും മര്യാദ കിട്ടിയിട്ടില്ല. ആ സ്ഥാനത്ത് ഇപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഹൈ ലെവലായി പോകുന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ മുൻകൂട്ടി പറയുകയാണ്, ഒരിക്കലും ഞാൻ അള്ളാനെ മറന്നിട്ട് ചെയ്യൂല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും സങ്കടങ്ങളും കണ്ണീരും എല്ലാം സഹിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊങ്ങിയെങ്കിലും ഉള്ളൂ, അല്ലാതെ ഇനി താകാനൊന്നുമില്ല. താന്ന് പാതാളം വരെ എത്തിക്കണം. ഇനി ഇവിടെ നിന്ന് താന്ന് പോകാനൊന്നുമില്ല. ഇവിടുന്ന് കുറച്ചെങ്കിലും പൊങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ എനിക്ക് പൊങ്ങും തോറും എനിക്ക് ആ കൂട്ടത്തിൽ ആരെങ്കിലും പൊക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അവരെയും കൂടി പൊക്കിയിട്ടേ കയറുള്ളൂ ഇൻഷാ അല്ലാ. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരെയായിട്ട് എന്തെങ്കിലും താരതമ്യം ചെയ്യരുത്. കാരണം ഞാൻ അങ്ങനെയല്ല. എല്ലാവരും ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട് വന്നത് എങ്ങനെയാണെന്നും ഇപ്പോൾ റീച്ചായി പൈസ കിട്ടൽ തുടങ്ങിയപ്പോൾ എന്താണ് ലെവൽ എന്നുള്ളതും ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽ ഞാൻ കംപ്ലീറ്റ് ഫാമിലി വ്ളോഗാണെങ്കിലും കുറേ വ്ളോഗർമാർ എനിക്കറിയാം. പക്ഷെ അവരൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, ഇവരൊക്കെ എന്തൊക്കെ ചെയ്യണില്ല എന്നുള്ളതൊക്കെ. കാരണം ചില അവനാന് വരുമാനം വരുമ്പോൾ നമുക്കൊരു 10,000 വരുമ്പോൾ അതിൽ നിന്ന് 1,000 നമ്മൾ മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ചിലവാക്കാൻ പഠിക്കണം എല്ലാ വ്ളോഗേഴ്സും. കാരണം എങ്കിലേ നമുക്ക് വരുമാനം ഇങ്ങോട്ട് തരുന്നതിന് അള്ളാഹു ഒരു ബർക്കത്ത് തരുള്ളൂ, വീണ്ടും കിട്ടുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഷോപ്പോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാൽ ആ വരുമാനം നിന്നാൽ കഴിഞ്ഞില്ല ഈ അഹങ്കാരമൊക്കെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആരെയും തരുന്നത് ചിലപ്പോൾ സ്വീകരിക്കേണ്ട ഗതിയും വന്നു എന്ന് വരാം. അതുകൊണ്ട് നമുക്ക് വരവിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആരെങ്കിലും അർഹതപ്പെട്ടത് ഇങ്ങോട്ട് കിട്ടാണ്ടോന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് തന്നെ ആരെങ്കിലും തന്നിട്ട് വേണം, അത് വേറെ വിഷയം. ഇത് രക്ഷപ്പെട്ട് പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഹങ്കാരം കൂടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്കൊരിക്കലും അഹങ്കാരം കൂടൂല. അള്ളാഹുവാണ് സത്യം. പൈസയോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ മക്കളെ കാര്യങ്ങൾ എൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഞാൻ ആരാ ഏതാ എനിക്ക് എത്ര മക്കളുണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി വെക്കും. ആ മെയിൽ ഐ ഡിയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാലും മതി, പേഴ്സണലി മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. ജിമെയിൽ ഐ ഡി വെക്കാം കേട്ടോ, ഇമെയിൽ ഐ ഡി വെക്കാം. അപ്പോൾ അത്രയ്ക്കാണ് വിശേഷങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇൻഷാ അള്ളാ. പിന്നെ ഫാമിലി മൊത്തം ഒന്ന് കാണിക്കാൻ മക്കൾക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഫേസ് കാണിച്ച് വരാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല ഞാൻ. പിന്നെ അതിൽ ഞാൻ കാണിച്ചു കിട്ടില്ല. അതുകൊണ്ടാണോ റീച്ച് ഇല്ലാത്തത് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്ത് ഞാനൊരു വീഡിയോസ് ഇട്ട് വന്നത് കേട്ടോ. ഫേസ് കാണിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നും അല്ല. ഞാൻ അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ഫേസ് കാണിച്ചാലും എന്ത് കാണിച്ചാലും നമ്മൾ മര്യാദക്ക് മാന്യമായിട്ട് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഫേസ് മൊക്കനൊക്കെ ഇട്ടിട്ട് വേണ്ടാത്രയൊക്കെ കാണിക്കണവരുണ്ട്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം മാന്യമായിട്ടാണ് ഞാൻ പറയണത്. ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇൻഷാ അള്ളാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇൻഷാ അള്ളാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം കേട്ടോ. ഓക്കെ, ബൈ.